ഒറ്റ ദിവസം കൊണ്ട് കേന്ദ്ര സർക്കാരിനെയും മോദിയെയും മുൾമുനയിൽ നിർത്തി രാജ്യത്തിന്റെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിവെച്ച സമരം ഇന്നലെ ഏറ്റെടുത്ത രാഹുലിന് മുന്നിൽ മോദിയും കൂട്ടരും ഉത്തരം മുട്ടി നിൽക്കുന്നതാണ് നാം കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുന്നത്. റോഡിലൂടെ വലിച്ചിഴച്ചും കയ്യേറ്റം ചെയ്തും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് രാഹുലും കോൺഗ്രസും നൽകുന്നത്. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് CJPക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് രാജ്യം കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലീസ് നരനായട്ടിനെതിരായ പ്രതിഷേധ സൂചകമായി വലതു കൈയിൽ കറുത്ത ബാൻഡ് ധരിച്ചാണ് രാഹുൽ മാധ്യമങ്ങളെ കാണാനെത്തുന്നത്. പതിവ് പോലെ കാര്യങ്ങളെല്ലാം തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നതിനായി പവർ പോയിന്റ് പ്രസന്റേഷനുമായാണ് എത്തിയത്. കഴിഞ്ഞ ദിവസത്തെ CJP സമരത്തിനെതിരായ പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് തുടങ്ങിയ രാഹുൽ പിന്നീട് കത്തിക്കയറുന്നതാണ് കണ്ടത്. അടിച്ചമർത്താൻ വിദ്യാർത്ഥികൾ എന്തു ചെയ്തു എന്ന് ചോദിച്ച രാഹുൽ അവർ കുറ്റവാളികളായിരുന്നില്ലെന്നും സമാധാനപരമായി പ്രതിഷേധിച്ചവരെയാണ് ആക്രമിച്ചതെന്നും ചൂണ്ടിക്കാട്ടി. മോദി ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 152 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഇത് 7.5 കോടി വിദ്യാർത്ഥികളെയാണ് ബാധിച്ചത്. പക്ഷേ കുറ്റക്കാരെ ആരെയും മോദി ശിക്ഷിച്ചിട്ടില്ല. രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളുടെ ജീവിതം ഒരു കൂട്ടം ആളുകൾ തകർക്കുകയാണ്. അവർ സുരക്ഷിതരായി കഴിയുന്നു. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. 3 പ്രധാന ആവശ്യങ്ങളാണ് രാഹുൽ ഇന്ന് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അഴിമതിക്കാരനായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം 100% ന്യായമെന്ന് രാഹുൽ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ചതിൽ ഉത്തരവാദികളായ എല്ലാവർക്കുമെതിരെ നടപടി സ്വീകരിക്കണം. പ്രധാനമന്ത്രി മോദി രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ശക്തമായ സമരവുമായി കോൺഗ്രസും പ്രതിപക്ഷവും സഭയ്ക്കകത്തും പുറത്തുമുണ്ടായിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് രാഹുൽ നൽകുന്നത്. ഇന്ന് രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. So we are 100% in agreement with what every single student is feeling, what every single student is doing, and there must be some consequences to what has been done some days ago. It is not their fault, and so they have some demands. What are their demands? The first demand, completely legitimate demand, is that Mr. Dharmendra Pradhan, who has failed as an education minister, who is known to be corrupt, should be relieved of his duties. 100% legitimate demand. Nothing wrong with it. He has shown India and the world that he is incapable of running this system. Exam leaks are happening one after the other. So this is a completely legitimate demand. Second demand, every single person who raised a finger on our students, and it doesn't matter who he is, the people who ordered it and the people who executed it should be made accountable. And the third thing is that the man who is running this entire system, the man who is finally accountable to all this, should have the decency to apologize to the students for what has happened. These are not complicated things. These are not difficult things. This gentleman, Mr. Dharmendra Pradhan, has literally destroyed India's biggest asset. What used to be called our success, what used to be called the best thing India has, our education system, has been wiped out. And so we fully support these demands, and we fully support every single student who is on the streets. Thank you. आप कुछ सवाल जवाब हिंदी में कर दो, हिंदी में कर देता हूं.
कुछ दिनों से देश के स्टूडेंट्स एजिटेशन कर रहे हैं, गुस्से में हैं, पीसफुल प्रोटेस्ट कर रहे हैं। इसके कारण है, पहला कारण जो हमारा एजुकेशन सिस्टम है, जो पूरी दुनिया में मशहूर हुआ करता था एज ए ग्रेट एजुकेशन सिस्टम, वो अब रिग्ड एजुकेशन सिस्टम है। कितना रिग्ड है वो किसी को नहीं मालूम। सुपरफिशियली दिख रहा है कि 152 पेपर लीक हुए हैं पिछले 10 साल में। सच्चाई नहीं मालूम, क्योंकि ये 300 भी हो सकता है। हुए हैं पिछले 10 साल में। सच्चाई नहीं मालूम, क्योंकि ये 300 भी हो सकता है। क्योंकि बहुत सारी बार पेपर लीक हो गया, किसी को पता भी नहीं लगा होगा, वो भी हो सकता है। बट जो हमें मालूम है 152, 152 3, 4, 5 साल के लिए, और फिर लास्ट मिनट उन्हें बताया जाता है, देखिए जिनके पास पैसा है, 40 लाख रुपए जिनके पास है, 50 लाख रुपए जिनके पास है, वो पेपर खरीद सकते हैं। आपकी ईमानदारी का, आपकी मेहनत का कोई मतलब नहीं है। उनको 152 बार पिछले 10 साल में भी यह बताया गया है। साढ़े 7 करोड़ परिवारों को, स्टूडेंट्स और परिवारों को पेपर लीक ने डैमेज किया है। और स्टूडेंट ये सवाल पूछ रहे हैं, पेपर लीक होता है, 7.5 करोड़ युवाओं का नुकसान होता है, मगर पिछले 10 साल में एक भी कन्विक्शन नहीं हुआ, एक भी व्यक्ति का कन्विक्शन नहीं हुआ, 0। तो यह पहला कारण है। दूसरा कारण कि जो हमारा एजुकेशन सिस्टम है, यह अनअफोर्डेबल है। मिडिल क्लास के लिए, गरीबों के लिए यह सिस्टम अनअफोर्डेबल है। जितना पैसा हिंदुस्तान की सरकार अपने एजुकेशन बजट में डालती है हर साल, उतना पैसा एक नीट एग्जाम के लिए, जो स्टूडेंट्स एग्जाम लेते हैं और उनके परिवार, उतना पैसा देते हैं। आप सोचिए, सरकार पूरे देश से टैक्स लेती है, जीएसटी, इनकम टैक्स सारा लेती है, और फिर कहती है देखिए ये जो पूरा टैक्स हमने लिया है आपसे, इससे हम 1.4 लाख करोड़ रुपए शिक्षा में डालेंगे। और फिर हिंदुस्तान का एजुकेशन सिस्टम कहता है इन परिवारों से कि आपसे हम 1.32 लाख करोड़ रुपए सिर्फ नीट एग्जाम लेने के लिए लेंगे। This is an insult to every single student in this country. This is an insult to every single family in this country. और ये कौन लोग हैं? ये मिडिल क्लास गरीब लोग हैं। ये अमीर लोगों का प्रॉब्लम नहीं है। It's an insult to every single student in this country. It's an insult to every single family in this country. और ये कौन लोग हैं? ये मिडिल क्लास गरीब लोग हैं। ये अमीर लोगों का प्रॉब्लम नहीं है।
ये कॉर्पोरेट हाउसेस का, अदानी अंबानी का प्रॉब्लम नहीं है, ये मिडिल क्लास और गरीबों का प्रॉब्लम है। तो ये है दूसरा कारण। और तीसरा सबसे बड़ा कारण, एजुकेशन के बाद जो होना चाहिए, आप इंजीनियर बन गए, डॉक्टर बन गए, लॉयर बन गए, उसके बाद देश की कमिटमेंट होनी चाहिए कि हम आपको जॉब देंगे, रोजगार देंगे, फ्यूचर देंगे।